talk about a great exchange. ഒരു വലിയ കൈമാറ്റത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. How many of you have ever heard the great exchange? എത്ര പേര് ഈ വലിയ കൈമാറ്റത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? Have you heard this terminology in Christian theology? ആമേൻ. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ഈ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? It is not any other exchange. ആമേൻ. ഇത് മറ്റൊരു എക്സ്ചേഞ്ചും അല്ല. It is called the great exchange. ഇത് വലിയ കൈമാറ്റം. No? ഇല്ല. Okay, in Christian theology, great exchange is the most foundational theology. ആമേൻ. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായുള്ള ഒരു അടിസ്ഥാന തിയോളജിയാണ് ഗ്രേറ്റ് എക്സ്ചേഞ്ച്. Most of the people who have gone to Bible schools, they should know this. ആമേൻ. ബൈബിൾ സ്കൂളിൽ പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. And I know if you have not gone to Bible school, definitely you might not have. ബൈബിൾ കോളേജിൽ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അറിയത്തില്ല. So anybody who have gone to seminary, you should not sit like, I don't know. ആമേൻ. സെമിനാരിൽ പോയിട്ടുള്ളവർ ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. The great exchange is the most basic foundation of Christian theology. ആമേൻ. ക്രിസ്ത്യൻ തിയോളജിയിലെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് ഈ ഗ്രേറ്റ് എക്സ്ചേഞ്ച്. You know, just 2 weeks back, we celebrated that resurrection day. 2 ആഴ്ചകൾക്ക് മുമ്പേ നാം ഉയർപ്പിന്റെ ഞായറാഴ്ച We were talking about Palm Sunday. ആമേൻ. നാം പാം സൺഡേ കുറിച്ച് നാം ചിന്തിച്ചു. So, what is this great exchange? എന്താകുന്നു ഈ വലിയ കൈമാറ്റം? This is actually based on 2 Corinthians 5:21. ഇത് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5:21 അടിസ്ഥാനപ്രകമായിരുന്നു. This verse brings this theology. ആമേൻ. ഈ ഒരു വാക്യമാണ് ഈ ഒരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. Okay, let's read it together. ചേർന്ന് നമുക്ക് ഉറക്കെ വായിക്കാം. He made him who knew no sin to be sin for us, that we might become the righteousness of God in him. It's a big, great exchange. ഇത് വലിയൊരു കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. Exchange of sin. ആമേൻ. പാപത്തിന്റെ ഒരു കൈമാറ്റം. Exchange of righteousness. ആമേൻ. നീതിയുടെ ഒരു തിരിച്ചുള്ള കൈമാറ്റം. That is called the great exchange. അതിനെയാണ് ഈ വലിയ കൈമാറ്റം ഗ്രേറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. So all the theologians here in Calvary. ആമേൻ. കാൽവറിയിലുള്ള എല്ലാ തിയോളജിയൻസും Now you know what is great exchange, right? എന്താണ് ഈ ഗ്രേറ്റ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് അറിയാം. You know what is great exchange. എന്താ ഈ ഗ്രേറ്റ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് The മനസ്സിലായി. biggest and greatest exchange is ആമേൻ. ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കൈമാറ്റം. sin is exchanged ആമേൻ. പാപത്തെ നാം കൈമാറി with righteousness. ആമേൻ. നീതിയുമായിട്ടാണ് കൈമാറിയത്. And whenever you hear in Christian term the great exchange, it is about sin and righteousness. ആമേൻ. ക്രിസ്തീയ ഗോളത്ത് ഈ ഒരു വലിയ കൈമാറ്റത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പാപവും നീതിയും തമ്മിലുള്ള കൈമാറ്റമാണ്. And this was planned a long time back. ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചതാണ്. That's why in Acts chapter 2 verse 23, അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2:23 when Peter was preaching, പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ while in preaching he said this. പ്രസംഗത്തിനിടയിൽ പ്രകാരം പറയാനിടയായി. This Jesus was delivered. ആമേൻ. ഈ കർത്താവായ യേശുക്രിസ്തു പിടിക്കപ്പെട്ടു according to the definite plan and foreknowledge of God. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമാണ് അത്ര സംഭവിച്ചത്. That means this exchange was not plan B. ആമേൻ. ഈ ഒരു കൈമാറ്റം രണ്ടാമത്തെ ഒരു ഉദ്ദേശമല്ലായിരുന്നു. This was the basic plan. ഇതായിരുന്നു ഏറ്റവും ആദ്യമേ ഉണ്ടായിരുന്ന ബേസിക് പ്ലാൻ. The plan of exchange. ആമേൻ. ഈ ഒരു കൈമാറ്റത്തിന്റെ So ഉദ്ദേശം. that's why on the day of Pentecost, അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ when Peter was preaching to the people, ആമേൻ ജനത്തോട് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ he was talking about how Holy Spirit came. എപ്രകാരം പരിശുദ്ധാത്മ വന്നു അതിനെക്കുറിച്ച് പറഞ്ഞു. Then he said, I am talking about this Jesus. ആമേൻ. ഈ ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. This Jesus who was crucified. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. That was a definite plan of God. അത് ദൈവത്തിന്റെ ഒരു മുൻനിർണയമായിരുന്നു. A plan of great exchange. ഒരു വലിയ കൈമാറ്റത്തിന്റെ ഒരു മുൻനിർണയമായിരുന്നു. Let me bring quickly few things into your mind. വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയട്ടെ. Let me make a background for this. ആമേൻ. ഇതിനൊരു പശ്ചാത്തലം ഞാൻ ഒരുക്കട്ടെ. The very first thing. ഒന്നാമത്തെ കാര്യം. The trials of Jesus reveal human sin and corruption. ആമേൻ. കർത്താവായ യേശുക്രിസ്തു കടന്നുപോയ പാപത്തെ മനുഷ്യന്റെ പാപത്തെ കാണിക്കുന്നു. So the trials reveals human sin and corruption. ആമേൻ. മനുഷ്യരുടെ ആ പാപ സ്വഭാവത്തെ കാണിക്കുകയാണ് ട്രയൽസ്. Now think about this. Jesus was taken, I told you in last sermon, he was taken to 6 different courts. 6 വ്യത്യസ്തമായ കോടതികൾക്ക് കൊണ്ടുപോകുവാനിടയായി കർത്താവിനെ. Right? 3 Jewish court and 3 Roman court. 3 യഹൂദ കോടതികളിലും 3 റോമൻ കോടതികളും. Okay. What was the legal law? ആമേൻ. എന്തായിരുന്നു ലീഗൽ ആയിട്ട്? Everybody please listen this carefully. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചത് കേൾക്കണേ. Legally how the court should work. ആമേൻ. ഒരു നിയമപ്രകാരം ഒരു കോടതി എങ്ങനെ പ്രവർത്തിക്കണം? Number 1. ഒന്നാമതായി Trial must be held during the day.
പ്രഭാതത്തിലായിരിക്കണം ഈ നിയമ or നടപടികൾ നടക്കേണ്ടത്. daytime. ആമേൻ. പ്രഭാത സമയത്ത് ആയിരിക്കണം അത് നടക്കേണ്ടത്. Second, രണ്ടാമത്, the trial must occur in the hall of stones, that is called Sanhedrin chamber. ആമേൻ, സൻഹെദ്രിൻ ചേംബറിലായിരിക്കണം ആ നിയമ നടപടികൾ നടക്കേണ്ടത്. Number 3, മൂന്നാമതായി, the witnesses must agree in testimony. ആമേൻ, ഈ സാക്ഷി പറയുന്നവർ അവരുടെ സാക്ഷ്യങ്ങൾ അത് യോജിക്കണം. Number 4, നാലാമതായി, the accused cannot be forced to self-incriminate. ആമേൻ, ഈ കുറ്റം ചുമത്തിയ ആളെ സെൽഫ് ഇൻക്രിമിനേറ്റ് വിടാൻ പറ്റത്തില്ല. Number 5, അഞ്ചാമതായി, the verdict of death could not be rendered on the same day. അതേ ദിവസം തന്നെ ആ കുറ്റം ചാർത്തുവാനും കഴിയുകയില്ല. The verdict of death. ആമേൻ, മരണകരമായ കുറ്റം ചാർത്തുവാനും Did കഴിയില്ല. you get that? നിങ്ങൾക്ക് മനസ്സിലായോ? All these five laws of trial was completely distorted for Jesus Christ. ഈ നിയമ നടപടിയുടെ ഈ 5 കാര്യങ്ങൾ കർത്താവ് യേശുവിന് വേണ്ടി ലംഘിക്കുവാനിടയായി. Jesus was tried in the court at night. ആമേൻ, അർദ്ധരാത്രിയിലാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കോടതിയിൽ കൊണ്ടുവന്നത്. He was examined in a private residence of Caiaphas. കയ്യഫാവിന്റെ ഒരു പ്രൈവറ്റ് റെസിഡൻസിലാണ് തന്നെ ആ ചോദ്യങ്ങൾ ചെയ്തത്. The high priest acted as prosecutor. ആമേൻ, മഹാപുരോഹിതനാണ് ഒരു പ്രോസിക്യൂട്ടർ ആയത്. The verdict was predetermined. ആമേൻ, ആ തന്നിലുള്ള ആ വേർഡിക്റ്റ് മുമ്പേ തീരുമാനിച്ചതാണ്. And Jesus was given the verdict of death on the same night. അതേ ദിവസം അതേ രാത്രി തന്നെയാണ് ആ മരണ ശിക്ഷ കൽപ്പിച്ചത്. All the 5 laws were violated. ഈ 5 നിയമ നടപടികൾ അത് തെറ്റിക്കുവാനിടയായി. What was the problem? എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം? The problem was not the lack of evidence. ആമേൻ, അത് തെളിവുകളുടെ അഭാവമല്ലായിരുന്നു. The problem was hardness of the heart. പക്ഷേ ഹൃദയത്തിന്റെ കാഠിന്യമായിരുന്നു. It was not because of evidence. ആമേൻ, അത് എവിഡൻസിന്റെ അഭാവമല്ലായിരുന്നു. Because Roman court, when they came, കാരണം റോമ കോടതി വന്നപ്പോൾ, when Pilate said, ആമേൻ, പീലാത്തോസ് പറഞ്ഞു, I don't see any guilt in him. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. And you are saying he is guilty. ആമേൻ, നിങ്ങൾ പറയുന്നു ഇവൻ കുറ്റക്കാരനാണെന്ന്. He said, I cannot give him verdict of death. എനിക്ക് ഒരു രീതിയിലും മരണശിക്ഷ കൽപ്പിക്കുവാൻ On the same കഴിയില്ല. day, I cannot do this. എനിക്ക് ഇതേ ദിവസം അത് ചെയ്യാനും കഴിയില്ല. He was having sense. ആമേൻ, തനിക്ക് ബുദ്ധിയുണ്ടായിരുന്നു. He was a good ruler, അവൻ നല്ലൊരു ഭരണാധികാരി, very good governor. നല്ലൊരു ഗവർണർ. He said, no, I cannot do this. പീലാത്തോസ് പറഞ്ഞു എനിക്ക് പറ്റില്ല. All the 3 courts said no. അവൻ 3 കോടതികളും പറഞ്ഞു പറ്റില്ല. But it was Jewish court. പക്ഷേ യഹൂദ കോടതിയിൽ. Number 2. രണ്ടാമതായി, Now, second thing in point I want to tell, the silence of Jesus reveals his mission. കർത്താവിന്റെ മൗനത തന്റെ ദൗത്യത്തെ കാണിക്കുകയായിരുന്നു. The silence of Jesus is revealing his mission. കർത്താവിന്റെ മൗനത തന്റെ ദൗത്യത്തെ During കാണിക്കുകയായിരുന്നു. the whole trial, ആ ഒരു വിചാരണ മുഴുവൻ Jesus know that it was completely violated. ആമേൻ, കർത്താവിന് നന്നായി അറിയാം നിയമങ്ങളെല്ലാം ലംഘിക്കുകയാണ്. He could easily talk for himself. ആമേൻ, തനിക്ക് എളുപ്പത്തിൽ തനിക്ക് വേണ്ടി തന്നെ തനിക്ക് പറയാം. He would have said, why you are trying me at night? ആമേൻ, യേശുവിന് പറയാം, എന്നെ എന്തിനാണ് രാത്രിയിൽ വിസ്തരിക്കുന്നത്? Why I am in Caiaphas' house? ഞാൻ എന്തിനാണ് കയ്യഫാവിന്റെ ഭവനത്തിലായിരിക്കുന്നത്? I should be in Sanhedrin chamber. ഞാൻ സൻഹെദ്രിൻ ചാമ്പറിലല്ലേ എന്നെ Where are the കൊണ്ടുവരുന്നത്? witnesses? എവിടെ സാക്ഷികൾ എവിടെ? Where are the witnesses? സാക്ഷികൾ എവിടെ? Oh, why you have already decided to crucify? ആമേൻ, എന്നെ ക്രൂശീകരിക്കാൻ നിങ്ങൾ നേരത്തെ കൂട്ടി Jesus തീരുമാനിച്ചതാണ്. could have bought all the legal questions. ആമേൻ, ഈ നിയമപരമായ ചോദ്യങ്ങൾ കർത്താവിന് കൊണ്ടുവയ്ക്കായിരുന്നു. But he was silent. പക്ഷേ കർത്താവ് മൗനമായിരുന്നു. He was silent. കർത്താവ് മൗനമായിരുന്നു. He was silent. ആമേൻ, കർത്താവ് മൗനമായിരുന്നു. Like Isaiah 53:7 says, ആമേൻ, യെശയ്യാവിന്റെ 53 ഇപ്രകാരം നാം he was വായിക്കുന്നു, oppressed and afflicted, താൻ പീഡ അനുഭവിച്ചെങ്കിലും yet he did not open his താൻ mouth. അധരം തുറന്നില്ല. Like a lamb that is led to slaughter, റോമം കത്രിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ he remained താൻ silent there. മൗനമായി അവിടെ ഇരിക്കുവാനിടയായി. You know why? എന്തിനു വേണ്ടി എന്നറിയാമോ? Because he knows his mission is coming up. ആമേൻ, തന്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് നന്നായി അറിയാം. In a way, Jesus was fulfilling all the prophecies. ആമേൻ, പ്രവചനങ്ങളെല്ലാം താൻ നിവർത്തീകരിച്ചുകൊണ്ട് He വരികയായിരുന്നു. refused to defend himself താൻ തന്നെ ന്യായീകരിക്കാൻ പോയില്ല. because he know that he came to die. കാരണം തനിക്ക് നന്നായി അറിയാം താൻ മരിക്കുവാൻ വേണ്ടിയാണ് വന്നത്. And that's the reason at the Garden of Gethsemane, അതുകൊണ്ടാണ് ഗത്സമനെ തോട്ടത്തിൽ Jesus said, കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, not my will, let your will be done. എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ. I want to tell you, church, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ on പറയട്ടെ. one side you see human sin, ആമേൻ, ഒരു വശത്ത് പാപം കാണുമ്പോൾ, the മനുഷ്യരുടെ പാപം hardness of കാണുമ്പോൾ, heart, ആമേൻ, ഹൃദയത്തിന്റെ ആ കാഠിന്യം the കാണുമ്പോൾ, anger, ആമേൻ, ദേഷ്യം കാണുമ്പോൾ,
കാണുമ്പോൾ, the revenge. ആമേൻ, ആ റിവെഞ്ച് But കാണുമ്പോൾ, on the other side, പക്ഷേ മറുവശത്ത് someone is standing silently. ആരോ മൗനമായി നിൽക്കുകയാണ്. He knows the rules. ആമേൻ, നിയമങ്ങൾ നന്നായി അറിയാം. He knows the rules. നിയമങ്ങൾ നന്നായി He അറിയാം. is the one who created heaven and earth. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ്. He can send 12 legions of angels. ആമേൻ, 12 ദൂതന്മാരെ He അയക്കാൻ could കഴിയും. send all the armies of angels. ആമേൻ, സ്വർഗ്ഗത്തിലെ ദൂത സൈന്യത്തെ But he അയക്കാൻ കഴിയും. remained silent, പക്ഷേ അവിടെ മൗനമായി നിന്നു. like a lamb that is ready for slaughtering. ആമേൻ, രോമം കത്രിക്കാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ A lamb that is about to die. ആമേൻ, മരിക്കാൻ പോകുന്ന കുഞ്ഞാടിനെ You പോലെ. know why? എന്തുകൊണ്ടെന്നറിയാമോ? Because that was his mission. കാരണം അതായിരുന്നു ദൈവത്തിന്റെ ദൗത്യം. Church, somebody need to praise God. എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ He കഴിയും? was silent that day അന്ന് മൗനമായി നിന്നു. so that we can speak today. കാരണം ഇന്ന് നമുക്ക് സംസാരിക്കുവാൻ He കഴിയാൻ was വേണ്ടി. silent that day അന്ന് ദൈവം മൗനമായി നിന്നത് so that we can run and walk today. ഇന്ന് നമുക്ക് ഓടുവാനും നടക്കുവാനും He was വേണ്ടി. silent that day അന്ന് ദൈവം മൗനമായി നിന്നത് so that our cancer will be healed, ഇന്ന് നമ്മുടെ ക്യാൻസർ so that our സൗഖ്യമാകുവാൻ sin will be washed. നമ്മുടെ പാപം കഴുകി കളയാൻ Somebody need to give a big hand to the Lord and worship the name of the Lord. ദൈവത്തെ കരങ്ങളടിച്ചൊന്ന് സ്തുതിക്കുവാൻ കഴിയും. And the third thing was this. ആമേൻ, മൂന്നാമത്തെ വസ്തുത ഇതാണ്. The Roman trials declared Jesus is innocent. ആമേൻ, റോമ വിചാരണ അത് കാണിക്കുന്നത് തന്റെ നിഷ്കളങ്കതയാണ്. And they said, evaluate all the charges. ആമേൻ, ഈ ചാർജുകളെല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തു. They maintained the civil order. എന്നിട്ട് അവർ ഒരു കൽപ്പന കൽപ്പിച്ചു. And they said, finally Pilate said, I don't want to be guilty for this. ആമേൻ, ഇതിനെ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പിലാത്തോസ് പറഞ്ഞു. There was a political fear. ആമേൻ, അവിടെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭയം The തനിക്കുണ്ടായിരുന്നു. fear of unrest was there. ആമേൻ, അവിടെ ഒരു തന്നെ അസ്വസ്ഥനാക്കുന്ന ഒരു ഭയം ഉണ്ടായിരുന്നു. Let me call two people here. ആമേൻ, ഇവിടെ രണ്ടുപേരെ ഞാൻ വിളിക്കുവാൻ You ആഗ്രഹിക്കുന്നു. two, Jaden and Joel, if you can just come in, please. Come on, Mane. I want to give you some work. Felt like you were resting too much. Come on, Mane. You're good. Come on, Joel. I just want to bring to this a small demonstration here. ആമേൻ, നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുവാൻ ഞാൻ One of you ആഗ്രഹിക്കുന്നു. would like to be Jesus. Who would like to be Jesus? You know what? You, okay. Jesus, okay. He volunteered first. ഒരാള് I യേശുവായിട്ട്, will make you Jesus. But Jesus Barabbas. ആമേൻ, ഇത് ബറവാസും. Jesus Barabbas and this is Jesus. യേശുവും ബറാബാസും. Barabbas is otherwise known as Jesus Barabbas. ആമേൻ, ബറാബാസിന്റെ മറ്റൊരു പേരാണ് യേശുസ് ബറാബാസ്. On one side, silently he is standing. ആമേൻ, ഒരു വശത്ത് യേശു മൗനമായി നിൽക്കുകയാണ്. Very silent. വളരെ മൗനമായി. Though he is not silent, ആമേൻ, but Jesus was silent. യേശു മൗനമായി നിൽക്കുകയാണ്. He knew what was happening all around. ആമേൻ, തന്റെ ചുറ്റും നടക്കുന്ന സകലതും നന്നായി അറിയാം. And now there was a custom, and that's what I want to bring it to you. അന്നത്തെ ഒരു രീതിയുണ്ട്. This is Passover. You know Passover week, right? ഇത് പെസഹയുടെ സമയമാണ്. This is Passover week. പെസഹയുടെ സമയമാണ്. During Passover week, what are Jews reminding about themselves? ആമേൻ, പെസഹ സമയത്ത് യഹൂദന്മാരെ എന്താണ് അവർ ഓർത്തെടുക്കുന്നത്? They were once slave of Egypt, ഒരിക്കൽ അവർ മിസ്രൈമിലെ അടിമകളായിരുന്നു. and God delivered them. ദൈവം അവരെ വിടുവിക്കുവാനിടയായി. Now, politically, what is happening? ആമേൻ, Listen carefully. രാഷ്ട്രീയപരമായി അവിടെ എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? Are the Jews enjoying the freedom right now? ആമേൻ, ആ സമയത്തെ യഹൂദന്മാരെ സ്വാതന്ത്ര്യം Who is ruling over them now? അവരെ ആരായിരുന്നു ആധിപത്യം ചെയ്തുകൊണ്ടിരുന്നത്? Now Romans. ഇപ്പോൾ റോമാക്കാരാണ് അവരെ So ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Romans know that very well. റോമാക്കാർക്ക് അവർക്ക് നന്നായി അറിയാം. During Passover, അവർക്ക് ഈ പാസ്ഓവർ സമയത്ത് they always talk about freedom. ആമേൻ, അവരെപ്പോഴും സ്വാതന്ത്ര്യത്തെ കുറിച്ച് They were സംസാരിക്കും. once slave of Egypt, അവർ ഒരിക്കൽ മിസ്രൈമിന്റെ അടിമകളായിരുന്നു. and now they are free. ആമേൻ, ഇപ്പോൾ അവർ സ്വതന്ത്രരാണ്. Passover reminds them about freedom. ഈ പെസഹ അവരെ സ്വതന്ത്രത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും. So അതുകൊണ്ട് there is always an unrest during Passover. എപ്പോഴും ഈ ഒരു പാസ്ഓവർ സമയത്ത് ഒരു അൺറസ്റ്റ് ഉണ്ട്. Jews will come together, യഹൂദന്മാർ ഒരുമിച്ച് വരും. and Romans know that. റോമാക്കാർക്ക് നന്നായി അറിയാം. They will come and they will talk about we need freedom. ആമേൻ, അവർ ഒരുമിച്ച് വന്ന് പറയും നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. We cannot be the slaves of Romans. ഇനി റോമാക്കാരുടെ അടിമകളായിരിക്കാൻ If നമുക്ക് we കഴിയില്ല. celebrate Passover, by this year we should be free from ആമേൻ, Romans. ഈ വർഷം നമ്മൾ പാസ്ഓവർ ആഘോഷ ശേഷം നമുക്ക് സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ലഭിക്കണം. So you know what Romans do? അതുകൊണ്ട് റോമാക്കാരെന്താ ചെയ്യുന്നറിയാമോ? Every year എല്ലാ വർഷവും during Passover, ഈ പാസ്ഓവർ സമയത്ത് they want to make a little
compromise. ആമേൻ അല്പം കോംപ്രമൈസ് ഇവർക്ക് ചെയ്തു They want to give a little bit of like smile on the face of Jews. ആമേൻ യഹൂദന്മാരുടെ മുഖത്ത് അല്പം പുഞ്ചിരി വരുവാൻ വേണ്ടി റോമാക്കാർ അല്പം കാര്യം ചെയ്യും. Every year they will do one exchange. എല്ലാ വർഷവും അവർ ഒരു കൈമാറ്റം ചെയ്യും. They will bring one Jew ആമേൻ ഒരു യഹൂദനെ കൊണ്ടുവരും. who is imprisoned. ആമേൻ കാരാഗൃഹത്തിലുള്ള ഒരു യഹൂദൻ. And Barabbas was a Jew, by the ആമേൻ way. ബറബ്ബാസ് ഒരു യഹൂദനായിരുന്നു. If you study about him, Barabbas was a zealot Jew. ആമേൻ ബറബ്ബാസ് ഒരു zealot യഹൂദനായിരുന്നു. So among Jews there was one sect or one group called zealot Jews. യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഈ zealot. They are extremists. അവര് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ. Talibani extremists. അവര് തീവ്രവാദിത്വമുള്ള സ്വഭാവമായിരുന്നു. Actually they are that's the right word. They are terrorists. ആമേൻ അവര് തീവ്രവാദ But they സ്വഭാവമാണ്. are terrorists for the sake of the religion. പക്ഷെ അവര് മതപരമായിട്ടുള്ള തീവ്രവാദികളായിരുന്നു. So Barabbas was one of the zealots. ആമേൻ ബറബ്ബാസ് അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. He killed many Romans. ഒരുപാട് റോമാക്കാരെ He കൊല്ലുവാനിടയായി. murdered so many Romans. ഒരുപാട് റോമാക്കാരെ കൊല്ലുവാനിടയായി. His mission was to free Jews. തന്റെ ദൗത്യം യഹൂദന്മാരെ But സ്വതന്ത്രത്തിലേക്ക് in നയിക്കുക. doing that, പക്ഷെ അപ്രകാരം ചെയ്തപ്പോൾ he became a murderer, അവൻ താൻ ഒരു കൊലപാതകിയായി. extremist, അവൻ ഒരു തീവ്രവാദ സ്വഭാവമായി. terrorist. ഒരു തീവ്രവാദിയായി. Even he killed so many Jews. അവൻ താൻ ഒരുപാട് യഹൂദന്മാരെ കൊല്ലുവാനും ചെയ്തു. Those Jews who don't stand with his philosophy, അവൻ തന്റെ തത്വമായി ചേർന്ന് നിൽക്കാത്ത he യഹൂദന്മാർ will kill them also. അവരെയും കൊന്നുകളയും. So basically he is a murderer. അവൻ ചുരുക്കം പറഞ്ഞാൽ താൻ ഒരു കൊലപാതകിയാണ്. Okay? And so he was arrested. അതിനാൽ തന്നെ അറസ്റ്റ് ചെയ്യുവാനും ഇടയായി. And he is known among them as Jesus Barabbas. അവരുടെ നടുവിൽ ഈ വ്യക്തി അറിയുന്നത് ജീസസ് ബറബ്ബാസ് എന്നാണ്. So Pilate said, അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, because he know that Jesus is non-guilty. പീലാത്തോസിനെ നന്നായി അറിയാം യേശുവിൽ ഒരു കുറ്റവുമില്ല. So Pilate thought he was very, very wise. അവൻ പീലാത്തോസ് വളരെ ബുദ്ധിമാനായിരുന്നു. He said, hey, Amen. today is Passover. ഇന്ന് ഒരു പെസഹയല്ലയോ? Every year we release one person, right? എല്ലാ വർഷവും ഞങ്ങൾ ഒരു വ്യക്തിയെ സ്വതന്ത്രരാക്കില്ലേ? He never thought in his wildest dream that anybody would ask for Barabbas. ആമേൻ. തന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആരെങ്കിലും ബറബ്ബാസിന്റെ പേര് That പറയുമെന്ന്. was a wise decision from Pilate to release Jesus. ആമേൻ. പീലാത്തോസ് യേശുവിനെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി എടുത്തൊരു തീരുമാനമായിരുന്നു. That was the wisest decision. ഏറ്റവും ബുദ്ധിപരമായി എടുത്തൊരു തീരുമാനമായിരുന്നു. So Pilate brought both of them. പീലാത്തോസ് രണ്ടുപേരെയും കൊണ്ടുവന്നു. Now, and he introduced them. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. You know Jesus. നിങ്ങൾക്ക് യേശുവിനെ അറിയാം. I see no guilt in him. യേശുവിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. I don't see he has murdered anybody. ആമേൻ. ആരെയും കൊന്നതായി ഞാൻ കാണുന്നില്ല. I see him as a genuine person. ആമേൻ. നല്ലൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. I also bring Barabbas. ഞാനിതാ ബറബ്ബാസിനെ നിങ്ങളുടെ മുമ്പിൽ You വെക്കുന്നു. know he is a terrorist. ആമേൻ. ഇതൊരു തീവ്രവാദിയാണെന്ന് നിങ്ങൾക്കറിയാം. You know he's a murderer. ആമേൻ. തന്നൊരു കൊലപാതകിയാണെന്ന് അറിയാം. You know that he is dangerous. ആമേൻ. നിങ്ങൾക്ക് ഭീതി ഉളവാക്കുന്ന ഒരു വ്യക്തിയാണെന്നും അറിയാം. Every year I have to release one person. എല്ലാ വർഷവും ഒരു വ്യക്തിയെ റിലീസ് ചെയ്യേണ്ടതുണ്ട്. Whom should I release? ഞാൻ ആരെ റിലീസ് ചെയ്യണം? Jesus or Barabbas? യേശുവിനെ റിലീസ് ചെയ്യണോ ബറബ്ബാസിനെ റിലീസ് ചെയ്യണോ? And in his wildest dream he can never think people will call Barabbas. ആമേൻ. തന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ജനം ബറബ്ബാസിന്റെ പേര് വിളിച്ചു But പറയും. what was the crowd response? ആമേൻ. ജനക്കൂട്ടം എന്താണ് വിളിച്ചു പറഞ്ഞത്? What did they want? അവർക്ക് ആരെയായിരുന്നു വേണ്ടുന്നത്? Release Barabbas ബറബ്ബാസിനെ വിട്ടയക്കുക. and crucify Jesus. യേശുവിനെ ക്രൂശിക്കുക. That was the condition of the heart of the people. അതായിരുന്നു അവിടെ കൂടി വന്ന ജനത്തിന്റെ That ഹൃദയത്തിന്റെ was the മനോഭാവം. amount of sin and hardness of the heart. അവരുടെ ഹൃദയത്തിലുള്ള പാപവും അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യവും They അത്രത്തോളമായിരുന്നു. cannot see the innocence of Jesus. യേശുവിന്റെ നിഷ്കളങ്കത്വം അവർ കാണുവാൻ They കഴിഞ്ഞില്ല. cannot see the holiness of Jesus. തന്നിലുള്ള വിശുദ്ധി കാണുവാൻ അവർക്ക് They കഴിഞ്ഞില്ല. cannot see the Son of God in Jesus. അവൻ യേശുവിൽ പിതാവെന്ന പുത്രനെ കാണുവാൻ That കഴിഞ്ഞില്ല. was the condition of the world. അതായിരുന്നു ലോകത്തിന്റെ നിലപാട്. They were okay to have murderer Barabbas. ബറബ്ബാസിനെ വിട്ടയക്കുവാൻ അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. They were okay with that. അവർക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല. That was the hardness of their heart. അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം അത്രത്തോളമായിരുന്നു. And I want to tell you, ഇന്ന് ഞാൻ നിങ്ങളോടൊന്ന് വിളിച്ചു പറയട്ടെ. when you talk about Barabbas, നിങ്ങൾ ബറബ്ബാസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ this is a type of humanity in the world. ആമേൻ. ലോകത്തിന്റെ മനുഷ്യവർഗത്തെ കാണിക്കുന്നതാണ് ഈ ബറബ്ബാസ്. We all were like murderers. നാം എല്ലാവരും ഇപ്രകാരം ഒരു We all were കൊലപാതകയായിരുന്നു. sinners. നാം എല്ലാവരും പാപികളായിരുന്നു. Nobody liked us. ആർക്കും നമ്മളെ We were ഇഷ്ടമല്ലായിരുന്നു. abandoned. നമ്മളെ We were തിരസ്കരിക്കപ്പെട്ടതായിരുന്നു. rejected. നമ്മളെ We തിരസ്കരിച്ചതായിരുന്നു. were rejected. നമ്മളെ തിരസ്കരിച്ചതായിരുന്നു. We were destined to death. നമ്മളെ മരണവിധിക്ക് വേണ്ടി Actually, he was to be crucified. ആമേൻ. ബറബ്ബാസിനെയായിരുന്നു കൊല്ലാൻ But ക്രൂശിക്കുവാൻ on വിധിച്ചത്. that day, പക്ഷേ ആ
ദിവസത്തിൽ a great exchange ഒരു happened. വലിയ കൈമാറ്റം Barabbas did not pray. ആമേൻ. ബറബ്ബാസ് പ്രാർത്ഥിച്ചില്ല. He did not cry. ബറബ്ബാസ് കരഞ്ഞില്ല. He didn't do anything. ബറബ്ബാസ് ഒന്നും ചെയ്തില്ല. He simply did one thing. ഒരേ ഒരു കാര്യം മാത്രം ചെയ്തു. When the exchange happened, ആ ഒരു കൈമാറ്റം നടന്നപ്പോൾ he gave his death penalty to Jesus. ആമേൻ. തന്റെ ശിക്ഷാവധി യേശുവിലേക്ക് കൊടുത്തു. And the same day Jesus gave his righteousness to Barabbas. യേശു തന്റെ ആ ഒരു നീതി ബറബ്ബാസിന് And കൊടുത്തു. on that day, ആ ദിവസത്തിൽ Barabbas just walked away. ആമേൻ. ബറബ്ബാസ് സ്വാതന്ത്ര്യത്തിൽ നടക്കുവാൻ He just walked away. ആമേൻ. ബറബ്ബാസ് നടന്നു He walked പോകുവാൻ away in freedom. സ്വാതന്ത്ര്യത്തിൽ നടന്നുപോയി. He walked away in freedom. സ്വാതന്ത്ര്യത്തിൽ നടന്നുപോയി. This guy was crucified. യേശു ക്രൂശിക്കപ്പെട്ടു. On the cross. ആ കൽവരി ക്രൂശിൽ I want to tell you, everybody here, ഇവിടെ ആയിരിക്കുന്ന സകലരുടെയും this is the great explanation of the exchange that happened on the cross of Calvary. കൽവരി ക്രൂശിൽ നടന്ന ഏറ്റവും വലിയ കൈമാറ്റത്തിന്റെ This ഉദാഹരണമാണ്. was the greatest exchange happened in Calvary. കൽവരിയിൽ നടന്ന ഏറ്റവും വലിയ കൈമാറ്റം ഇതായിരുന്നു. Exchange of my sin into his righteousness. ആമേൻ. തന്റെ നീതിയാൽ എന്റെ പാപം കൈമാറുവാൻ Exchange of my sin by his holiness. ആമേൻ. തന്റെ വിശുദ്ധിയാൽ എന്റെ പാപം കൈമാറുവാൻ I was a dacoit. ആമേൻ. ഞാനൊരു ഡെക്കോയിറ്റ് I was a robber. ഞാനൊരു മോഷ്ടാവായിരുന്നു. I was a murderer. ഞാനൊരു കൊലപാതകിയായിരുന്നു. I had no hope. എനിക്കൊരു I പ്രത്യാശയില്ല. was just dying to death. ഞാൻ മരണവിധിക്ക് But യോഗ്യനായിരുന്നു. on that day, പക്ഷേ ആ ദിവസം on the cross of Calvary, കൽവരി ക്രൂശിൽ I just walked out freedom. ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടന്നു And he went and took away all my sins. എന്റെ പാപം വഹിച്ച് ഒരുവൻ Somebody need to give God glory, honor and praise. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? I want to tell you, church, സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, this was the greatest exchange that has happened. അന്ന് നടന്ന ഏറ്റവും വലിയ കൈമാറ്റം ഇതായിരുന്നു. A murderer became free. ഒരു കൊലപാതകി അന്ന് സ്വതന്ത്രനായി. And innocent blood was taken onto cross. ഒരു നിഷ്കളങ്ക രക്തം ക്രൂശിലെ യാഗമായി. I want to tell the church, സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, when I talk about this, ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോൾ the great exchange that has happened, അന്ന് നടന്ന ഏറ്റവും വലിയൊരു കൈമാറ്റം. you know, the guilty goes free. ആമേൻ. അന്ന് ആ ഗിൽറ്റി അത് സ്വതന്ത്രനായി The നടക്കും. innocent is condemned. ആമേൻ. നിഷ്കളങ്കനെ കുറ്റം ചുമത്തി. This is called substitutionary atonement. ആമേൻ. പകരമായിട്ട് ഉള്ള യാഗമാണിത്. That's right, substitutionary atonement. പകര യാഗമാണ് അന്ന് നടന്നത്. Now 2 Corinthians 5:21 makes sense. ആമേൻ. ഇപ്പോൾ ഇനി നാം 2 കൊരിന്ത്യർ 5:21 വായിച്ചാൽ Come on, let's read louder. ചേർന്ന് നമുക്ക് ഉറക്കെ Come വായിക്കുവാൻ on, read കഴിയുമോ? louder. ആമേൻ. ചേർന്ന് ഉറക്കെ As if വായിക്കുവാൻ you mean കഴിയുമോ? to say this. ആമേൻ. ഇത് നമ്മുടെ മനസ്സിൽ തട്ടി വായിക്കുവാൻ കഴിയുമോ? He made him who knew no sin to be the sin for us, that we might become. ആമേൻ. ഹല്ലേലൂയ. Praise God. Shabala rashiandonobo siande. Rekela laba shabala. Everybody who is saved will worship the name of the Lord. ആമേൻ. ദൈവത്തെ ഒന്ന് ഒന്ന് സ്തുതിക്കുവാൻ സ്തോത്രം കഴിയുമോ? ചെയ്യാൻ പറ്റുമോ? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം Those who ചെയ്യുന്നു. are saved, can you just praise God? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചെന്ന്. Those who are born again, can you just praise God? Hallelujah. Hallelujah. We didn't do anything. നാം ഒന്നും ചെയ്തില്ല. We ridiculed him. നാം അവനെ കുറ്റപ്പെടുത്തി. We condemned him. നാം അവനെ കുറ്റം ചുമത്തി. We were just like that robber. നാം ആ കള്ള മോഷ്ടാവിനെ പോലായിരുന്നു. But this Jesus made us free. പക്ഷേ ഈ കർത്താവ് നമ്മളെ His സ്വതന്ത്രരാക്കി. love made us free. തന്റെ സ്നേഹം നമ്മളെ സ്വതന്ത്രരാക്കി. Oh, can we just praise ഇന്ന് God? ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? Hallelujah. He washed us all. നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. That's why, church, I want to tell you, അതുകൊണ്ടാണ് സഭയോട് വിളിച്ചു പറയുന്നത്, anybody who is sitting here, ഇവിടെ ഇരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, if you have never gone to this exchange program, ആമേൻ, ഈ ഒരു കൈമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ, if you are still here like another church member, ആമേൻ, മറ്റൊരു സഭാവിശ്വാസിയെ പോലെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, if you are a traditional Christian, ഒരു പാരമ്പര്യ and ക്രിസ്ത്യാനിയാണെങ്കിൽ, if you have never understood this great exchange, ആമേൻ, ഈ ഒരു വലിയ കൈമാറ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, I want to tell you, നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, you are not free yet. നിങ്ങൾ ഇപ്പോഴും സ്വതന്ത്രരായിട്ടില്ല. Today it's an opportunity. ഇന്ന് നല്ലൊരു അവസരമാണ്. Today it's an opportunity. ഇന്നൊരു അവസരമാണ്. Say to Lord, ഇന്ന് ദൈവത്തോട് പറ, Lord, I want to exchange. ദൈവമേ, എനിക്ക് ഈ കൈമാറ്റം I want this ആവശ്യമാണ്. great exchange. എനിക്ക് വലിയ കൈമാറ്റം You ആവശ്യമാണ്. don't have to do anything. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Just look unto Jesus. ഈ കർത്താവിലേക്ക് നോക്കുക. 1 Peter 3:12-18 says, 1 പത്രോസ് 3:18 വായിക്കുന്നു, for Christ also suffered
ആമേൻ. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം once അനുഭവിച്ചു. for sin പാപത്തിനായി. and the righteousness for the unrighteous. ആമേൻ. നീതിക്ക് നീതിമാൻ കഷ്ടത അനുഭവിച്ചു. Hallelujah. Hallelujah. This Jesus is here. ഈ കർത്താവ് നമ്മുടെ This നടുവിലുണ്ട്. Jesus is ഈ here. കർത്താവ് നമ്മുടെ He നടുവിലുണ്ട്. suffered for us. നമുക്ക് വേണ്ടി കഷ്ടം I want to അനുഭവിച്ചു. call on to Calvary Assembly. അസംബ്ലിയെ വിളിച്ചു പറയട്ടെ. I don't want a single person sitting here without experiencing this great exchange. ഈ ശ്രേഷ്ഠമേറിയ കൈമാറ്റം അനുഭവിക്കാത്ത ഒരു വ്യക്തി ജീവിതങ്ങൾ പോലും ഇവിടെ ഇരിക്കാൻ What actually ആഗ്രഹിക്കുന്നില്ല. happened at the cross? ആ കാൽവരിയിൽ സംഭവിച്ചത്, The sin was placed on Christ. ആമേൻ, ആ പാപം ക്രിസ്തുവിൽ ചുമത്തപ്പെട്ടു. His righteousness was given on me. തന്റെ നീതി നമ്മുടെ മീതെയായി. Our judgment fell on him. നമ്മുടെ ശിക്ഷാവിധി അവന്റെ മീതെയായി. His life is credited to ആമേൻ, us. തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകത്തുന്നു. That is called imputation. അതാണ് ഇംപ്യൂട്ടേഷൻ എന്ന് We പറയുന്നത്. don't see anything. നാം ഒന്നും കാണുകയില്ല. His righteousness was imputed to me. ആമേൻ, തന്റെ നീതി നമ്മുടെ മീതെ ചാർത്തപ്പെട്ടു. My sin was imputed to him. എന്റെ പാപം തന്റെ മീതെയാക്കി. And the time that sin was laid over him, ആമേൻ, ആ പാപം തന്റെ മീതെയായ സമയത്ത് he got detached from the Father. ആമേൻ, താൻ പിതാവായി ദൈവമായിട്ട് വേർപെട്ടു. That's where he cried out, ആ സമയത്താണ് താൻ നിലവിളിച്ചത്. Eli, Eli, lama sabachthani. ഏലി ലമാ ശബക്താനി. Oh my Father, why have you forsaken me? പിതാവേ, പിതാവേ, എന്തുകൊണ്ട് എന്നെ കൈവിട്ടത്? I want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Barabbas shows the fallen humanity. ആമേൻ, വീണുപോയ മനുഷ്യവർഗത്തെയാണ് ബറാബാസ് കാണിക്കുന്നത്. Rebellion. ആമേൻ, ഈ ഒരു റെബല്യൻ കാണിക്കുന്നു. Guilty. ആമേൻ, കുറ്റം. But today we are standing here with righteousness. പക്ഷേ ഇന്ന് നാം നീതീകരിക്കപ്പെട്ട് നിൽക്കുകയാണ്. I want to tell you ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. what happened exactly on cross. എന്താണ് യഥാർത്ഥത്തിൽ ക്രൂശിൽ സംഭവിച്ചത്? Justice and grace met together on cross. ആമേൻ, നീതിയും ആ ഒരു കൃപയും ഒരുമിച്ച് ക്രൂശിൽ വന്നു ചേരുവാനിടയായി. Listen this carefully. ശ്രദ്ധിച്ച് നിങ്ങൾ What exactly happened on that cross? എന്താണ് യഥാർത്ഥമായ ക്രൂശിൽ നടക്കുന്നത്? Justice and grace embraced. ന്യായവും ആ കൃപയും വന്ന് ആലിംഗനം ചെയ്യുവാനിടയായി. What is justice? എന്താണ് ആ ന്യായം? Justice is Romans 6:23. റോമാലേഖനം 6:23. The wage of sin, that is justice, judgment. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. അതാണ് ന്യായം, അതാണ് ന്യായവിധി. Right? ആമേൻ. That is justice. അതാണ് ന്യായം. Everybody who sinned should die. പാപം ചെയ്ത ഏവനും മരിക്കണം. That is justice. അതാണ് ന്യായവിധി. So on one side this is the justice. ആമേൻ, ഒരു വശത്ത് ന്യായവിധി നിൽക്കുകയാണ്. But then there is a grace. മറുവശത്ത് ഒരു കൃപയുണ്ട്. Romans 5:8. ആമേൻ, റോമാലേഖനം 5:8. Grace is this. ആമേൻ, കൃപ ഇതാണ്. While we were yet sinners, നാം പാപികളായിരുന്നപ്പോഴേ Christ died for us. ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി. Judgment says, ആമേൻ, ന്യായവിധി പറയുന്നു everybody who sinned should die. പാപം ചെയ്ത ഏവനും മരിക്കണം. Grace says, കൃപ വിളിച്ചു പറയൂ, while I am sinner, ഞാൻ പാപിയായിരിക്കുമ്പോഴും Christ died for me. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. Justice and grace embraced. ന്യായവിധിയും കൃപയും വന്ന് ആലിംഗനം ചെയ്തു. On cross, ആ കാൽവരി ക്രൂശിൽ justice was fulfilled. ആമേൻ, ആ ന്യായവിധി പൂർത്തീകരിച്ചു. Everybody who sinned should die. ആമേൻ, പാപം ചെയ്ത ഏവനും മരിക്കണം. My sin was imputed on him, ആമേൻ, എന്റെ പാപം അവന്റെ മീതെയായി. and he died. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. But then the mercy came, ആമേൻ, ആ കൃപ കരുണ and then the grace came. ആ കൃപ വരുവാനിടയായി. Jesus died for all the sinners while we were sinners. ആമേൻ, നാം പാപികളായിരുന്നപ്പോഴേ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്. Church, I want to tell you, സഭയോട് ഒരു കാര്യം ഞാൻ വിളിച്ചു everybody who's listening me, I want to tell you, ഓൺലൈനിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്നവരോട് വിളിച്ചു this is പറയട്ടെ. a free exchange but a great exchange. ഇതൊരു സൗജന്യമായ ഒരു ശ്രേഷ്ഠകരമായ The കൈമാറ്റമാണ്. cross solves all the problems. ആമേൻ, ക്രൂശ് സകലത്തിനും പരിഹാരമാണ്. Jesus paid it all. ആമേൻ, കർത്താവ് സകലതും നമുക്ക് വേണ്ടി I want to call on to each one of you. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ വിളിച്ചു പറയട്ടെ. Whenever you remember yourself, ആമേൻ, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്നെ ഓർക്കുമ്പോൾ, whenever you talk about yourself, നിങ്ങളെ കുറിച്ച് എന്നെ സംസാരിക്കുമ്പോൾ, never think so high about us. നിങ്ങൾ വലിയ ശ്രേഷ്ഠരാണെന്ന് വിചാരിക്കരുത്. Don't think that you came from something very big. ഏതോ വലിയ ശ്രേഷ്ഠതയെന്നല്ല നിങ്ങൾ It was because of that man called Jesus. യേശു എന്ന വ്യക്തി മുഖാന്തരമാണ്. Through him we are called righteous. ആമേൻ, അവൻ മുഖാന്തരമാണ് നാം നീതീകരിക്കപ്പെട്ടത്. It is not our merit. ആമേൻ, നമ്മുടെ ഗുണം കൊണ്ടൊന്നുമല്ല. It's not because of our family. നമ്മുടെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടല്ല. It's not because of our inheritance. നാം എന്ത് പാരമ്പര്യമായി നേടിയെന്നല്ല. It is because of Jesus Christ. ഇത് കർത്താവായ യേശു ക്രിസ്തു കാരണമാണ്. ഇത് കേട്ട് മനസ്സിൽ ഒരല്പം
പോലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ Amen. If you have felt ഈ sad in your heart after hearing this. കർത്താവ് നമുക്കൊണ്ട് ഇത്രയും കാര്യം ചെയ്തിട്ടാ നാം ഇവിടെ ഇരിക്കുന്നത്. Amen. We are seated over here because Lord has done this ഇത്രയും much. നന്മകൾ അനുഭവിക്കുമ്പോൾ, When we experience all these blessings, സ്വർഗ്ഗത്തിലെ സന്തോഷങ്ങൾ അനുഭവിക്കുമ്പോൾ, when you experience heavenly blessing, ആത്മാവിൽ ചൈതന്യം അനുഭവിക്കുമ്പോൾ, when you experience the Spirit ക്രൂശിക്കപ്പെട്ട burning in you, കർത്താവിനെ കണ്ട് 2 തുള്ളി കണ്ണുനീർ ഒഴുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, if you cannot shed 2 drops of tears after seeing the crucified Christ, അയ്യോ ദൈവമക്കളെ, ഇതിനകത്ത് വേറെ ഒരു കാര്യവുമില്ല. oh, there is no point in anything Can else. somebody lift your hands and bless the name of the എത്ര Lord? പേർക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ നമ്മളെ സ്തുതിക്കാൻ കഴിയും? ശ്രേഷ്ഠത പറയാൻ ഒന്നുമില്ല. We have no greatness to boast. കുടുംബ ശ്രേഷ്ഠത പറയാൻ No ഒന്നുമില്ല. family greatness that we can ബുദ്ധി boast. പ്രാപ്തി പറയാൻ We ഒന്നുമില്ല. cannot say about our intellect. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ If there is anything that we can boast, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, oh, we can boast on the Christ that was എനിക്ക് വേണ്ടി crucified. സകല രക്തം ചിന്തിയ The കർത്താവ്. one who has shed the blood for me. അതുകൊണ്ട് I am free today. അതുകൊണ്ട് ഇന്ന് ഞാൻ സ്വതന്ത്രനാണ്. I am free today. ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. I want to tell everybody under this roof ആമേൻ. ഈ മേൽക്കൂരയിൽ ഇരിക്കുന്ന സകലരെയും വിളിച്ചു പറയട്ടെ, how dark your sins would be, നിങ്ങളുടെ പാപം എത്ര കഠിൻ ചുമപ്പാണെങ്കിലും, how big it would be, എത്ര വലുതാണെങ്കിലും, how big it would be. എത്ര വലുതാണെങ്കിലും, Today you can walk out of this sanctuary free with free exchange. ആമേൻ. ഈ കൈമാറ്റത്തിൽ കൂടെ നിങ്ങൾക്ക് സ്വതന്ത്രരായി പുറത്തു പോകാം. You can walk out of this sanctuary in a free exchange. ആമേൻ. ഈ വലിയ കൈമാറ്റത്തിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി No matter how dark it is, എത്ര no matter അന്ധകാരത്തിലാണെങ്കിലും, how big it is, എത്ര വലുതാണെങ്കിലും, no matter how strong it is, എത്ര no ശക്തിയേറിയതാണെങ്കിലും, matter how the evil spirit comes in, എത്ര വലുതായി no matter how the black magic comes in, എത്ര വലിയ കൂടുവാസമാണെങ്കിലും, Jesus paid it all. കർത്താവ് അതിന് പൂർണ്ണമായി Jesus paid it അതിനു all. വേണ്ടി രക്തം Jesus paid it all. വില കൊടുത്തതാണ്. Come on, somebody need to say Jesus paid it all. നമുക്ക് പറയാം, യേശു മുതൽ Somebody need to praise God. എത്ര പേർക്ക് ദൈവത്തെ Shall we all